വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം ഫിഫ്ത്ത് സെമസ്റ്റർ ഫാർമക്കോഗ്നസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, എസ്റ്റിമേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഡിജോക്സിൻ, എട്രോപ്പിൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഡിജോക്സിൻ നോക്കാം. ഡിജോക്സിൻ്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഡ്രൈഡ് ലീവ്സ് ഓഫ് ഡിജിറ്റാലിസ് ലെനാറ്റ ബിലോങ്ങിങ് ടു ദ ഫാമിലി സ്ക്രോഫുലറേഷ്യേ. സ്ക്രോഫുലറേഷ്യേ ഫാമിലിയിൽ ഡിജിറ്റാലിസ് ലെനാറ്റ എന്ന പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ലീവ്സിനെ ഡ്രൈ ചെയ്ത് അതിൽ നിന്നാണ് നമുക്ക് ഡിജോക്സിൻ കിട്ടുന്നത്. ഈ ഡിജോക്സിൻ എന്ന് പറയുന്നത് കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആണ്, അതായത് കാർഡിനോലൈഡ് ആണ്. ഇതിലുള്ള മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് പ്രൈമറി ഗ്ലൈക്കോസൈഡ്സ് പ്രസൻ്റ് ആണ്. എക്സാമ്പിൾ ആണ് ലെനാറ്റോസൈഡ്സ് ABCDE. പ്രൈമറി ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത് ഫ്രഷ് ലീവ്സിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. സെക്കൻഡറി ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്. എക്സാമ്പിൾ ആണ് ഡിജോക്സിൻ, ഡിജിറ്റോക്സിൻ. അത് എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ് വഴിയാണ് ഫോം ചെയ്യുന്നത്. പിന്നെ ഗ്ലൈക്കോൺ മോയിറ്റി ഉണ്ട്, അതാണ് ഡിജോക്സിജനിൻ. ഷുഗർ മോയിറ്റീസ്, അതായത് ഗ്ലൈക്കോൺ മോയിറ്റീസ് ഉണ്ട്. ഡിജിറ്റോക്സോസ് റെസിഡ്യൂസ്. ഡിജോക്സിൻ്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഐസൊലേഷൻ ആണ്. ഫ്രഷ് ലീവ്സ് എടുക്കുക. ഫ്രഷ് ലീവ്സിലാണ് പ്രൈമറി ഗ്ലൈക്കോസൈഡ്സ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അതിനെ ഡ്രൈ ചെയ്യുക, എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൈമറി ഗ്ലൈക്കോസൈഡ്സിനെ സെക്കൻഡറി ഗ്ലൈക്കോസൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ സെക്കൻഡറി ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്, അബ്സോർബിൾ ആണ്. അതിനുശേഷം ബെൻസീൻ യൂസ് ചെയ്ത് ലീവ്സിനെ ഡീഫാറ്റ് ചെയ്യുക. ന്യൂട്രൽ സോൾട്ട് വെച്ച് ഗ്രൈൻഡ് ചെയ്ത് എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യുക. ഈഥൈൽ അസറ്റേറ്റ് യൂസ് ചെയ്ത് എക്സ്ട്രാക്ഷൻ നടത്തുക. ഇവാപ്രേഷനും ഡ്രൈയിങ്ങും ചെയ്തതിന് ശേഷം ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യുക. പ്യൂരിഫിക്കേഷന് ശേഷം നമുക്ക് ലെനാറ്റോസൈഡ്സ് ABC ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന്ന് ലെനാറ്റോസൈഡ് Cൻ്റെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിജോക്സിൻ ഒബ്റ്റെയിൻ ചെയ്യും. ഇതാണ് പ്രൊഡക്ഷൻ്റെ മെത്തേഡ്. ഫ്രഷ് ലീവ്സ് എടുക്കുക. ഫ്രഷ് ലീവ്സിൽ പ്രൈമറി ഗ്ലൈക്കോസൈഡ് പ്രസൻ്റ് ആയിരിക്കും. ഡ്രൈ ചെയ്ത് എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറി ഗ്ലൈക്കോസൈഡ്സ് ഒബ്റ്റെയിൻ ചെയ്യും. ഈ സെക്കൻഡറി ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആണ്, അബ്സോർബിൾ ആണ്. ബെൻസീൻ യൂസ് ചെയ്ത് ലീവ്സിനെ ഡീഫാറ്റ് ചെയ്യുക. ന്യൂട്രൽ സോൾട്ട് വെച്ച് ഗ്രൈൻഡ് ചെയ്ത് എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യുക. ഈഥൈൽ അസറ്റേറ്റ് വെച്ച് എക്സ്ട്രാക്ട് ചെയ്ത് ഇവാപ്രേഷൻ നടത്തി ഡ്രൈയിങ് ചെയ്യുക. ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്ത് പ്യൂരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലെനാറ്റോസൈഡ്സ് ABC ഒബ്റ്റെയിൻ ചെയ്യും. അതിന്ന് ലെനാറ്റോസൈഡ് Cൻ്റെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിജോക്സിൻ കിട്ടുന്നുണ്ട്. അടുത്തത് എസ്റ്റിമേഷൻ ആണ്. എസ്റ്റിമേഷൻ ചെയ്യുക എൻസൈമാറ്റിക് assay വഴിയാണ്. ബേസ്ഡ് ഓൺ ദ ഇൻഹിബിഷൻ ഓഫ് Na+K+ATPase എൻസൈം ബൈ ഡിജോക്സിൻ. ഇതിൽ എക്സ്ട്രാക്ഷന് 1 gram ഡ്രൈഡ് ലീവ്സ് എടുക്കുക. അതിനെ പൗഡർ ചെയ്യുക. 80% എത്തനോൾ വെച്ചിട്ട് 1 hour ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് ബഫർ വെച്ച് ഡൈല്യൂട്ട് ചെയ്യുക. ഈ അസേൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടെസ്റ്റ് ട്യൂബ്സ് എടുക്കുക. ആ 3 ടെസ്റ്റ് ട്യൂബ്സിലും 600 മൈക്രോലിറ്റർ ആക്ടിവിറ്റി ബഫർ ആഡ് ചെയ്യാം. ഫസ്റ്റ് ട്യൂബിലേക്ക് 10 മൈക്രോലിറ്റർ പ്ലാന്റ് എക്സ്ട്രാക്റ്റും, സെക്കൻഡ് വണ്ണിലേക്ക് 100 മൈക്രോലിറ്റർ ATP, തേർഡ് ട്യൂബിലേക്ക് 100 മൈക്രോലിറ്റർ Na+K+ATPase എൻസൈമും ആഡ് ചെയ്യാം. എന്നിട്ട് മൂന്നും പ്രീ ഇൻക്യുബേറ്റ് ചെയ്യുക 37 ഡിഗ്രി സെൽഷ്യസിന് 5 മിനിറ്റ്. എന്നിട്ട് ഓരോന്നിലേക്കും 100 മൈക്രോലിറ്റർ HCl ആഡ് ചെയ്യുക. റിയാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 10% TCA ആഡ് ചെയ്തിട്ട് 5 മിനിറ്റിന് ശേഷം ആ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുക. പ്രോട്ടീൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, സെൻട്രിഫ്യൂജ് ചെയ്യുക, സൂപ്പർനേറ്റിനെ കളക്ട് ചെയ്യുക. ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ലെവലിനെ മെഷർ ചെയ്യുക സ്റ്റാൻഡേർഡ് കർവ് യൂസ് ചെയ്തിട്ട്. സ്റ്റാൻഡേർഡ് കർവ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡിജോക്സിൻ സൊല്യൂഷനും വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ആക്ടിവിറ്റി ഓഫ് Na+K+ATPase എൻസൈംസും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഡിജോക്സിൻ്റെ എസ്റ്റിമേഷൻ ചെയ്യുക. അടുത്തത് ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റാണ്. ഫസ്റ്റ് വൺ കെല്ലർ-കിലാനി ടെസ്റ്റ്. കെല്ലർ-കിലാനി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സിലുള്ള ഡിയോക്സി ഷുഗേഴ്സിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. എക്സ്ട്രാക്റ്റിലേക്ക് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡും ഫെറിക് ക്ലോറൈഡും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്യുമ്പോൾ ബ്ലൂ ഗ്രീൻ കളർ ഒബ്റ്റെയിൻ ചെയ്യും. അടുത്തത് ലീഗൽ ടെസ്റ്റാണ്. ലീഗൽസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാക്റ്റിലോട്ട് സോഡിയം നൈട്രോപ്രിസൈഡും പീരിഡിൻ NaOH ആഡ് ചെയ്യുക. പിങ്ക് ടു റെഡ് കളർ ഒബ്റ്റെയിൻ ചെയ്യും. ബാൽജറ്റ് ടെസ്റ്റ് ഉണ്ട്. എക്സ്ട്രാക്റ്റിലോട്ട് പിക്രിക് ആസിഡും NaOH ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓറഞ്ച് കളർ ഒബ്റ്റെയിൻ ചെയ്യും. യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജോക്സിൻ കാർഡിയോ ടോണിക് ആണ്, അതായത് മയോകാർഡിയൽ കോൺട്രാക്ഷൻ്റെ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. ആട്രിയൽ ഫിബ്രിലേഷൻ ആൻഡ് ഫ്ലട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്.
കാർഡിയാക് ഔട്ട്പുട്ടിന് ഇംപ്രൂവ് ചെയ്തിട്ട് എഡീമ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഡിജോക്സിനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് എട്രോപ്പിൻ. എട്രോപ്പിൻ്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഫ്രഷ് ഓർ ഡ്രൈഡ് ലീവ്സ് ആൻഡ് ഏരിയൽ പാർട്സ് ഓഫ് എട്രോപ്പ ബെല്ലഡോണ ബിലോങ്ങിങ് ടു ദ ഫാമിലി സോളനേഷ്യ. സോളനേഷ്യ ഫാമിലിയിലെ എട്രോപ്പ ബെല്ലഡോണയിലെ ലീവ്സിന് ഏരിയൽ പാർട്സിനും ഡ്രൈ ചെയ്ത് അതിൽ നിന്നാണ് നമുക്ക് എട്രോപ്പിൻ ഒബ്റ്റെയിൻ ചെയ്യുക. കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ട്രോപ്പീൻ ആൽക്കലോയിഡ്സ് ആയിട്ടുള്ള എട്രോപ്പിൻ, ഹയോസയാമിൻ, സ്കോപ്പാലമിൻ, അതിന് തന്നെ ഹയോസിൻ എന്നും പറയുന്നുണ്ട്, ബെല്ലഡോണിൻ, അപ്പോട്രോപ്പിൻ. ഇതിൽ എട്രോപ്പിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് എട്രോപ്പിൻ. എട്രോപ്പിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഡ്രഗിനെ പൗഡർ ചെയ്യുക, എന്നിട്ട് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുക, ബെൻസീൻ അല്ലെങ്കിൽ ഈതർ വെച്ച് എക്സ്ട്രാക്ട് ചെയ്യുക, വാട്ടർ വെച്ച് സോൾവെൻറ്റിനെ ട്രീറ്റ് ചെയ്യുക, അസറ്റിക് ആസിഡ് വെച്ചിട്ട് ആസിഡിഫൈ ചെയ്യുക, മിക്സ്ചറിനെ ഈതർ വെച്ച് എക്സ്ട്രാക്ട് ചെയ്ത് നന്നായി ഷേക്ക് ചെയ്യുക, സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേഷൻ നടക്കും. അതിനെ ഫിൽട്ടർ ചെയ്ത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് ഡ്രൈഡ് മാസിനെ ഈതറിലോ അസറ്റോണിലോ ഡിസോൾവ് ചെയ്യുക, എൻഹൈഡ്രസ് സോഡിയം സൾഫേറ്റ് ആഡ് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, ആ ഫിൽട്രേറ്റിനെ കൂൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എട്രോപ്പിൻ ക്രിസ്റ്റലൈസസ് ഔട്ട്, ക്രിസ്റ്റലായിട്ട് എട്രോപ്പിൻ നമുക്ക് പ്രൊഡ്യൂസ്ഡ് ആവും. ഇതാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വരുന്നത്. ഡ്രഗിനെ പൗഡർ ചെയ്യുക, സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുക, ബെൻസീൻ അല്ലെങ്കിൽ ഈതർ വെച്ച് എക്സ്ട്രാക്ട് ചെയ്യുക, സോൾവെൻറ്റിനെ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യുക, ആസിറ്റിക് ആസിഡ് വെച്ചിട്ട് ആസിഡിഫൈ ചെയ്യുക, മിക്സ്ചറിനെ ഈതർ യൂസ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുക, ഷെയ്ക്ക് ചെയ്യുക, സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുക, പ്രസിപ്പിറ്റേഷൻ നടക്കുന്നുണ്ട്. ഫിൽട്ടർ ചെയ്യുക, വാഷ് ചെയ്യുക, ഡ്രൈ ചെയ്യുക, ആ ഡ്രൈഡ് മാസിനെ ഈതർ അല്ലെങ്കിൽ അസറ്റോൺ വെച്ച് ഡിസോൾവ് ചെയ്യുക, അൻഹൈഡ്രസ് സോഡിയം സൾഫേറ്റ് ആഡ് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക, ഫിൽറ്ററിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നിട്ട് ഫിൽട്രേറ്റിനെ കൂൾ ചെയ്യുക. എട്രോപ്പിൻ അവിടെ നമുക്ക് പ്രൊഡ്യൂസ്ഡ് ആവും. ഇതാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ വരുന്നത്. എസ്റ്റിമേഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ് കളറിമെട്രി. അതാണ് വിറ്റാലിമോറിൻ റിയാക്ഷനാണ്. കളറിമെട്രിയിൽ പറയുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, എബവ് മെത്തേഡ് യൂസ് ചെയ്ത് ആൽക്കലോയിഡൽ എക്സ്ട്രാക്റ്റ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് വെയ്ഡ് സാമ്പിൾ റെസിഡ്യൂവിനെ അസറ്റോണിൽ ഡിസോൾവ് ചെയ്യുക, 3% മെഥനോളിക് ആൽക്കഹോളിക് KOH ആഡ് ചെയ്യുക, കളേർഡ് പ്രൊഡക്റ്റ് അവിടെ ഫോം ചെയ്യും. 5 മിനിറ്റ് അത് വെക്കുക, എന്നിട്ട് കളർ ഇൻറ്റൻസിറ്റി കളറിമെട്രി യൂസ് ചെയ്ത് മെഷർ ചെയ്യുക, കാലിബ്രേഷൻ കർവ് പ്രിപ്പയർ ചെയ്യുക, സ്റ്റാൻഡേർഡ് എട്രോപ്പിൻ സൊല്യൂഷൻസ് യൂസ് ചെയ്ത് അങ്ങനെ അൺനോൺ സാമ്പിളിൻ്റെ നമുക്ക് കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇതാണ് കളറിമെട്രി വഴി എട്രോപ്പിൻ്റെ എസ്റ്റിമേഷനിൽ ഫസ്റ്റ് മെത്തേഡ് പറയുന്നത്. അടുത്തത് സ്പെക്ട്രോഫോട്ടോമെട്രി. സ്പെക്ട്രോഫോട്ടോമെട്രിയിൽ എട്രോപ്പിനും ബ്രോമോ ഫീനോൾ ബ്ലൂവും കൂടിയിട്ട് ട്രീറ്റ് ചെയ്യുക, ബഫറിൻ്റെ പ്രസൻസിൽ pH 3.5 ആണ്. എന്നിട്ട് 411 നാനോമീറ്ററിൽ അബ്സോർബൻസ് മെഷർ ചെയ്യുക, കാലിബ്രേഷൻ കർവ് പ്ലോട്ട് ചെയ്യുക, സാമ്പിളിലുള്ള പെർസെൻറ്റേജ് എട്രോപ്പിൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും അബ്സോർബൻസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട്. ഇതാണ് എസ്റ്റിമേഷൻ മെത്തേഡ്സ്. യൂസസ് ഓഫ് എട്രോപ്പിൻ. എട്രോപ്പിൻ ഒരു ആൻറ്റി കൊളിനർജിക് ഡ്രഗ് ആണ്. ഇത് മസ്കാർണിക് റിസപ്റ്റർ ബ്ലോക്കർ ആണ്. മിഡ്രിയാറ്റിക് ആയിട്ട് യൂസ് ചെയ്യും, അതായത് പീപ്പിളിനെ ഡൈലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും, ഐ എക്സാമിനേഷൻസിലൊക്കെ. പിന്നെ സലൈവേഷനും റെസ്പിറേറ്ററി സെക്രീഷൻസും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീ അനസ്തേഷ്യയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓർഗാനോ ഫോസ്ഫറസ് ആൻഡ് കാർബമേറ്റ് ഇൻസെക്ടിസൈഡ് പോയ്സണിങ്ങിൽ ആൻറ്റിഡോട്ടായിട്ട് യൂസ് ചെയ്യും. ബ്രാഡി കാർഡിയൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്റ്റൈനൽ ആൻഡ് ബൈലറി കൊളിക് ആൻറ്റി സ്പാസ്മോഡിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എട്രോപ്പിൻ്റെ യൂസസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, എസ്റ്റിമേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഡിജോക്സിൻ ആൻഡ് എട്രോപ്പിൻ. ഡിജോക്സിൻ്റെ ബയോളജിക്കൽ സോഴ്സ്, കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്, പ്രൊഡക്ഷൻ, എസ്റ്റിമേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, ടെസ്റ്റ്, യൂസസ്. എട്രോപ്പിനും സെയിം തന്നെ ബയോളജിക്കൽ സോഴ്സസ്, കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, എസ്റ്റിമേഷൻ, യൂസസ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.